പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനാമികയും അബിയും തമ്മിൽ ഒരു ചെറിയൊരു ഹോട്ടലിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അബി പറയുന്നുണ്ട്, ഇവിടെ ആവുമ്പോൾ നമ്മൾ സേഫാണ്, ഇവിടെ ആരും അങ്ങനെ നമ്മളെ പരിചയത്തിലുള്ള ആരും ഒന്നും വരില്ല, അതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് ഈ ഹോട്ടലിൽ നിന്നും സംസാരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതേ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നന്ദുവിൻ്റെ മാനേജർ ഇവരെ കാണുകയും ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് നന്ദുവിനെ അയച്ചു കൊടുക്കുകയുമാണ്. നന്ദുവിനെ അയച്ചു കൊടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും ഒന്നും അബിയും അനാമികയും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ വീഡിയോ എടുത്തിട്ട് നന്ദുവിനെ അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആരാണിപ്പോൾ മെസ്സേജ് അയച്ചത് എന്നുള്ള ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നന്ദു ആ ഒരു വീഡിയോ തുറന്ന് നോക്കുകയാണ്. അപ്പോഴാണ് നന്ദു ആ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. അല്ലെങ്കിൽ നമ്മുടെ നന്ദു അനഘ ഹോസ്പിറ്റലിലായതിൻ്റെ പേരിൽ അബിയെ സംശയിച്ച് നടക്കുകയായിരുന്നു. ഇതിനൊക്കെ കാരണം അനഘയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു അസുഖം പെട്ടെന്ന് ഓവറാവാനുള്ള കാരണം അബി തന്നെയാണ്. അത് 100% ഉറപ്പാണ്. ഇനി ചേച്ചിമാരുടെ ജീവിതം നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ തീരുമാനിച്ചുറപ്പിച്ച് വരികയായിരുന്നു. അതേ സമയത്താണ് നമ്മുടെ അനാമികയോടൊപ്പം ചേർന്ന് പുതിയ കാര്യങ്ങൾക്ക് ഗൂഢാലോചന നടത്തുന്നതും അനാമികയെ ഇങ്ങനെ പിരികയറ്റിയിട്ട് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ കാരണം അബിയാണെന്നുള്ള കാര്യം നമ്മുടെ നന്ദു തിരിച്ചറിയുന്നത്. അങ്ങനെ ആകെ ദേഷ്യപ്പെട്ട് നടക്കുകയാണ് നന്ദു. എന്നിട്ട് നേരെ അനന്തപുരിയിലോട്ടാണ് നന്ദു ഈ തെളിവുകളുമായിട്ട് പോകുന്നത്. അങ്ങനെ അനന്തപുരിയിൽ ചെന്നിട്ട് നേരിട്ട് അന്വേഷിക്കുന്നത് മുത്തശ്ശനെയായിരുന്നു. ആ സമയത്ത് ഞാൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ പറ്റിയത്, എന്താ വെപ്രാളപ്പെട്ട് മുത്തശ്ശനെ അന്വേഷിക്കുന്നത്? മുത്തശ്ശൻ ഇപ്പം പുറത്ത് പോയതേ ഉള്ളൂ, വരാനായിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ വരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നയനയോട് പറയുന്നുണ്ട്, അത് പിന്നെ ഞാനൊരു കള്ളനെ പിടികൂടി, ഇത്രയും കാലം വേറെ ചില കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ച് നടക്കുകയായിരുന്നു, എല്ലാം എൻ്റെ സംശയമായിരുന്നു എന്നാണ് ഞാൻ ആദ്യം കരുതിയത്, പക്ഷേ ഇപ്പോൾ തെളിവുകളടക്കം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ആരെക്കുറിച്ചാണ് മോളെ ഈ പറയുന്നത്, സച്ചിദാനന്ദനെ കുറിച്ചാണോ? അവൻ്റെ കാര്യം നമ്മൾ വിട്ട് കളഞ്ഞതല്ലേ എന്നൊക്കെ പറയുമ്പോൾ സച്ചിദാനന്ദനേക്കാളും വലിയ കള്ളനെയാണ് ഞാൻ പിടികൂടിയിരിക്കുന്നത് എന്നൊക്കെ തുറന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആരാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അബി തന്നെയാണ്, ഇതാ ഈ വീഡിയോ ചേച്ചി കണ്ടു നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അനാമികയും അബിയും തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു വീഡിയോ നയനയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. നയനയാണെങ്കിൽ അത് കണ്ടിട്ടാകെ അമ്പരന്ന് ഞെട്ടി നിൽക്കുകയാണ്. ഇവനെന്തിനാ ഇവളെ കൂടെ നടക്കുന്നത്? അത് ശരി, അപ്പോൾ അനാമികയെ പിരികയറ്റിയതും ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വിളിച്ച് പറയുന്നതും ഒക്കെ ഇവനാണല്ലേ? ഞാൻ അന്നേ ചിന്തിച്ചിരുന്നു എങ്ങനെയാണ് അനാമിക ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നതെന്ന്. എന്നിട്ട് കറക്റ്റ് പ്ലാനിങ്ങോടെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. അതൊക്കെ അബി പറഞ്ഞു കൊടുത്ത വിദ്യയാണല്ലേ? എന്തായാലും ഇവനെ ഇനി ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, എത്ര വാണിംഗ് കൊടുത്തിട്ടും കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച് വന്നിരിക്കുകയാണ്, എന്തായാലും ഇനി ആര് പറഞ്ഞാലും ഞാൻ അനുസരിക്കില്ല, ഇനി നവ്യേച്ചിയുടെ ജീവിതം നോക്കിയിട്ട് കാര്യമില്ല, ഇതിനെക്കൊണ്ടും ഒരു കാര്യമൊന്നും ഉണ്ടാവുന്നില്ലല്ലോ, നവ്യേച്ചിയുടെ ജീവിതവും നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ, പല പെൺകുട്ടികളുമായിട്ട് അടുപ്പം തുടരുകയാണ്, ഇനിയിപ്പോൾ അനാമികയുമായിട്ട് വേറെ ബന്ധമുണ്ടോ എന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ നന്ദു പറയുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുത്തശ്ശൻ കയറി വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ ചേച്ചിയും അനിയത്തിയും കൂടെ ഒരു സീരിയസ് ആയിട്ടുള്ള ചർച്ച? മുഖം കണ്ടിട്ട് വലിയ കാര്യം തന്നെയാണല്ലോ, സീരിയസ് ആയിട്ടുള്ള ചർച്ച തന്നെയാണല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത്, അതേ മുത്തശ്ശ, സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഈ വീട്ടിൽ നിന്ന് കൊണ്ട് തന്നെ നമ്മളെ ചെവി തിന്നുന്ന ഒരാളുണ്ടായിരുന്നു, അവനെ ഞാൻ പിടികൂടിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, അതാരാ ഇപ്പോൾ, അവനാണോ, അബിയാണോ എന്നൊക്കെ ചോദിക്കുമ്പം അതേ പറഞ്ഞപ്പോൾ തന്നെ മുത്തശ്ശന് മനസ്സിലായല്ലേ, അബി തന്നെയാണ്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കും മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടിട്ടാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടിട്ട് അബിയെ ഇപ്പോൾ കൈ കിട്ടിയാൽ അടിച്ച് കൊല്ലും ഞാൻ എന്നുള്ള രീതിയിലാണ് മുത്തശ്ശൻ നിൽക്കുന്നത്. അങ്ങനെ ജലജ, എടി ജലജ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് അലർന്നുണ്ട് മുത്തശ്ശൻ. എന്നിട്ട് ജലജ വരുന്ന സമയത്ത്, എവിടെയാണ് നിൻ്റെ മോൻ, നിൻ്റെ പുന്നാര മകൻ എവിടെ പോയി? എന്തായാലും നിൻ്റെ അബിയും നീയും ഒരു വല്ലാത്തൊരു വർഗ്ഗങ്ങൾ തന്നെയാണ് എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചതായിരുന്നു, പക്ഷേ ഇത്തരത്തിലൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല. സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒറ്റിക്കൊടുത്തിട്ട് ഇവിടുത്തെ അന്നത്തിന് ജീവിക്കുന്ന ഒരു അബിയെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ മുത്തശ്ശൻ എന്താ പറയുന്നത് തന്നെ മുത്തശ്ശൻ തന്നെ അറിയുന്നില്ല. അത്രയ്ക്കും കാര്യങ്ങളാണ് മുത്തശ്ശൻ ഇങ്ങനെ ജലജയോട് ചൂടായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവൻ എവിടെ പോയിടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അവനിപ്പോൾ പുറത്ത് പോയതേ ഉള്ളൂ, ഓഫീസിൻ്റെ എന്തോ കാര്യം അറിയാൻ പോയതാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അവൻ്റെ ഒരു ഓഫീസ്, ഇനി അവിടെ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ചെയ്ത് കൂട്ടിയിരിക്കുന്നത് അറിയില്ല, നിൻ്റെ പുന്നാര മോൻ്റെ ഓരോ കാര്യങ്ങൾ നീ കണ്ടു നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്
അനാമികയും അഭിയും സംസാരിക്കുന്ന ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ടിട്ടാണെങ്കിൽ ജലജ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ദൈവമേ, ഈ കാര്യങ്ങൾ ഇവരറിഞ്ഞോ? ഇനിയിപ്പോൾ എന്താകും? എത്രയും പെട്ടെന്ന് തന്നെ പുറത്ത് പോകേണ്ട അവസ്ഥയാണല്ലോ. എൻ്റെ മകൾ വരാനിരിക്കുകയായിരുന്നു. അപ്പോഴേ ഞാൻ അവനോട് പറഞ്ഞതാണ്, തൽക്കാലം വെച്ച് ഇനി ഒന്നും ചെയ്യല്ലേ, അവളെ കല്യാണം കഴിച്ച് വിടേണ്ടതാണ്. ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലും കിട്ടിയാലേ അവളെ കല്യാണം കഴിച്ച് വിടാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ അവനോട് പറഞ്ഞതാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഏതായാലും അവനായിട്ട് വരുത്തിയതല്ലേ, അവനായിട്ട് തന്നെ ഉത്തരം നൽകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ മെല്ലെ കാല് മാറാനുള്ള ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. മുത്തശ്ശനാണെങ്കിൽ അബിയെ ഇപ്പം കിട്ടിയാൽ കൊല്ലും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അബിയെ നേരിട്ട് കാണുമ്പോൾ മുത്തശ്ശൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം.